ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മീനസ് ക്രേസി വേൾഡ്. ഇറ്റ്സ് വിത്ത് ക്രേസി മീനു. അപ്പോൾ നമ്മൾക്ക് ഇന്നൊരു 1 ഡേ ആലപ്പുഴ ട്രിപ്പ് പോയാലോ? കമോൺ ഗൈസ്. നമ്മളൊരു ചെറിയ വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. ആലപ്പുഴയിലോട്ടാണ് നമ്മളുടെ ഇന്നത്തെ ട്രിപ്പ്. അപ്പോൾ ഞാനും എൻ്റെ കുറച്ച് ഫ്രണ്ട്സും വിത്ത് മീനൂസും കേട്ടോ, അങ്ങനെയാണ് നമ്മൾ ഈ ട്രിപ്പ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. കാലത്ത് 4:30 നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. എല്ലാവരും കൂടെ നമ്മൾ കുറച്ച് ദൂരം എത്തിയപ്പോൾ പെട്രോൾ അടിക്കാനായി പെട്രോൾ പമ്പിൽ നിർത്തിയതാണ് V6 പാലക്കാട്. ഇതാണ് നമ്മളുടെ വണ്ടി കേട്ടോ. അർബാനിയാണ്, പ്രീമിയം വണ്ടിയാണ്, അടിപൊളി വണ്ടിയാണ്. വണ്ടിയെക്കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. സൂപ്പർ വണ്ടിയായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ ഒരു വണ്ടിയിൽ ട്രാവൽ ചെയ്യുന്നത് തന്നെ. ആദ്യമൊന്നും ഇങ്ങനെയൊക്കെ പറയുമ്പോൾ പ്രത്യേകിച്ച് അറിയില്ലായിരുന്നു. അപ്പോൾ അജിനി ചേച്ചിയുടെ ഹസ്ബൻഡിൻ്റെയാണ് കേട്ടോ ഈ വണ്ടി. അപ്പോൾ നമ്മളെല്ലാവരും പോയി ഭയങ്കര കംഫർട്ടബിളായിരുന്നു. എല്ലാവർക്കും ഒരേ അഭിപ്രായമാണ്. ഒട്ടും നമ്മൾ ടയേർഡായിട്ട് ഫീൽ ചെയ്യില്ല കേട്ടോ. പിന്നെ AC ആയതുകൊണ്ട് തന്നെ നമുക്ക് പിന്നെ ഒട്ടും ഒരു പ്രശ്നങ്ങളും ഇല്ല. ഈ ചൂട് കാലത്തൊക്കെ നമ്മൾ പോണ വഴി മീനസ് ഉറങ്ങിയിട്ടാണ് നമ്മൾ കണ്ടത്. അതിനുശേഷം ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് ഒരു ചായ കുടിക്കാനായിട്ട് നിർത്തിയതായിരുന്നു. ആ ഹോട്ടലാണ് കേട്ടോ ഈ കാണുന്നത്. ഞങ്ങൾ ചായ കുടിച്ചു. ചായ ഞങ്ങൾക്ക് അത്രയ്ക്ക് പോരായിരുന്നു. അതിനുശേഷം വീണ്ടും നമ്മൾ വണ്ടിക്കകത്ത് കയറി. ഫുൾ വൈബ്. ലേഡീസ് ഓൺലി ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പ്രത്യേകിച്ച് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. ഡാൻസ് കളിക്കാൻ യാതൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. വണ്ടിയിൽ മൊത്തം അടിച്ച് തകർത്ത് പൊളിച്ചു. നമ്മുടെ ഡ്രൈവർ ചേട്ടൻ നമുക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു കേട്ടോ. അദ്ദേഹത്തിന് യാതൊരു ബുദ്ധിമുട്ടില്ലാതെ ഞങ്ങൾ കളിച്ചു എന്ന് ഞങ്ങളുടെ വിശ്വാസം. അതിനുശേഷം നമ്മൾ സി കുട്ടനാട്, നമ്മുടെ കേരള സ്റ്റേറ്റിൻ്റെ സി കുട്ടനാടിലായിരുന്നു നമ്മളുടെ യാത്ര. നേരത്തെ ഓൾറെഡി നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടെന്ന്. ഞങ്ങൾ 13 പേരായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് 11 മണി തൊട്ട് 4 മണി വരെയായിരുന്നു ഞങ്ങളുടെ ടൈം. 5 hours ആണ് കേട്ടോ അവർ പറയുന്നത്. എന്തായാലും നമ്മളവിടെ എത്തുമ്പോൾ തന്നെ അവർ കോൾ ചെയ്തുകൊണ്ടിരുന്നു, എത്തിയോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഞങ്ങൾ ഭയങ്കര തിരക്കിട്ടിട്ട് എത്തി. ഞങ്ങൾ സീറ്റ് പിടിച്ചു. ഞങ്ങൾ 3 പേരും ഇരുന്നു. തൊട്ട് ബാക്കിലായിട്ടും ഫ്രണ്ടിലായിട്ടും തന്നെ നമ്മളെല്ലാവരും അവിടെ ഇരുന്നുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് അങ്ങനെ സീറ്റ് കിട്ടിയത്. ഇതാണ് മിസ്റ്റർ ഹേമചന്ദ്രൻ സാറ്. അദ്ദേഹമായിരുന്നു എൻ്റെ ഫുൾ എൻ്റർടൈനർ. ഭയങ്കര ബാസാട്ടോ സൗണ്ട്, അടിപൊളി സൗണ്ട്. അത് മാത്രമല്ല നന്നായിട്ട് പാട്ട് പാടുമായിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. ഭയങ്കര വൈബായിരുന്നു. അതിൽ 5 ജീവനക്കാരാണ് ഉണ്ടായിരുന്നത്. അത് വേറൊരു സാറും കൂടെ പാടിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് എന്തോ സുഖമില്ലാത്തതുകൊണ്ട് ഒരു പാട്ടിൽ അദ്ദേഹം ഒതുക്കി. ഇദ്ദേഹമായിരുന്നു ഫുൾ പാട്ടും കാര്യങ്ങളും. അതിനകത്ത് കയറുമ്പോൾ തന്നെ നമുക്ക് നല്ല കുട്ടനാടൻ പാട്ടുകൾ ഒരുപാട്, നമ്മളെ മണിച്ചേട്ടൻ്റെ പാട്ടുകളും മറ്റും ഒരുപാട് പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഈ 5 മണിക്കൂർ നമ്മൾ എങ്ങനെയാണ് 5 മണിക്കൂർ ബസ്സിനകത്ത് വണ്ടിക്കകത്തിരുന്നു. അതിനുശേഷം നമ്മൾ 5 മണിക്കൂർ ബോട്ടിൽ ഇരിക്കണം എന്നൊക്കെ. മീനൂസ് ഭയങ്കര ഇതായിരുന്നു. ഇതിനാണോ അമ്മായി വന്നതെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇരുന്നത്. പക്ഷേ ബോട്ട് എടുക്കാൻ തുടങ്ങിയപ്പോൾ ഇദ്ദേഹം വന്ന് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത് നമ്മുടെ ബോട്ടിനെ കുറിച്ചും മറ്റു കാര്യങ്ങൾ, അതുപോലെ ആലപ്പുഴയുടെ എല്ലാ കാര്യങ്ങളും, എന്നോട്ടാണ് ഇങ്ങനെയുള്ള ബോട്ടിങ്ങും കാര്യങ്ങളും തുടങ്ങിയത്, എത്രത്തോളം ബോട്ടുകളുണ്ട്. നമ്മുടെ കേരള സർക്കാരിൻ്റെ 2 ബോട്ടുകൾ മാത്രമേ ഉള്ളൂ. പക്ഷേ അത് ഫുൾ ബുക്കിംഗ് ആണ്. ബാക്കിയെല്ലാം സ്വകാര്യ മേഖലയിലുള്ള നമ്മുടെ ഹൗസ് ബോട്ടുകളാണ്. അതിനകത്തൊക്കെ ഒരുപാട് ചാർജസും കാര്യങ്ങളാണ് കേട്ടോ. നമുക്ക് അഫോർഡബിൾ അല്ല. പക്ഷേ ഇത് പറയാതിരിക്കാൻ പറ്റില്ല, നമുക്ക് ഭയങ്കര അഫോർഡബിളാണ്. ഞങ്ങൾ 400 റുപ്പീസിൻ്റെ ടിക്കറ്റായിരുന്നു ഞങ്ങൾക്ക്. കുറച്ച് 2 തട്ടിലായിട്ടാണല്ലോ. മുകളിലത്തെ തട്ടിൽ 600 രൂപയാണ് അവർ ഫീസ് ഈടാക്കുന്നത്. നമ്മൾ 400 ഞങ്ങൾക്ക് കിട്ടിയത്. പക്ഷെ അതന്നെയായിരുന്നു നല്ലത്. ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയത്. ഞങ്ങൾ താഴത്തെ നിലത്തെ ആൾക്കാരായിരുന്നു കേട്ടോ. അതിനുശേഷം സ്റ്റാർട്ട് ചെയ്തു. നമ്മുടെ മീനൂസ് ചെറുതായിട്ട് സ്കിൻ കെയർ, നല്ല വെയിലാണ് കേട്ടോ. കായലിൻ്റെ നടുക്കിലോട്ടല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ചൂടുണ്ട്. അപ്പോൾ സൺസ്ക്രീനും കാര്യങ്ങളും ഞാൻ കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ആദ്യം പുന്നമടക്കായലിൽ എത്തിയിരിക്കുന്നത് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന സ്ഥലം. അതിനെക്കുറിച്ചുള്ള ഒരു എക്സ്പ്ലനേഷനായിരുന്നു അദ്ദേഹം തന്നുകൊണ്ടിരുന്നത്. നമ്മൾ ജവഹർലാൽ നെഹ്റുവിൻ്റെ സ്റ്റാച്ചുവാണ് നമ്മളവിടെ കണ്ടത്. അതിനുശേഷം നമ്മൾ വീണ്ടും യാത്ര തുടർന്നു. അതിനുശേഷം നമ്മൾ എത്തിയത് വേമ്പനാട്ട് കായലിലായിരുന്നു. ഒരുപാട് ഹൗസ് ബോട്ടുകൾ, അദ്ദേഹം പറഞ്ഞത് 2000-ലധികം ഹൗസ് ബോട്ടുകൾ ഇപ്പോൾ അവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത്. സർക്കാരിൻ്റേതായിട്ട് 2 ബോട്ടുകളും സ്വകാര്യ മേഖലയിൽ 2000-ലധികം ബോട്ടുകളാണ് അവിടെ ഉള്ളത്. അതിനുശേഷം നമുക്ക് മുകളിലോട്ട് പോയി നമുക്ക് സെൽഫിയും ഫോട്ടോസും മറ്റു കാര്യങ്ങളും എടുക്കാൻ പറ്റും. പക്ഷെ അവിടെ നിൽക്കാൻ പറ്റുന്നില്ല കേട്ടോ, ഭയങ്കര വെയിലായിരുന്നു. ഞങ്ങളെല്ലാവരും കുറച്ച് ഫോട്ടോസ് എടുത്ത് കവർ ചെയ്തതിന് ശേഷം താഴേക്ക് ഇറങ്ങി. എന്തൊരു ഭംഗിയാണെന്ന് നോക്കുക. ആലപ്പുഴ അത് കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് കേട്ടോ. പച്ചപ്പും കായലും ഉണ്ടല്ലോ, എന്തൊരു ഭംഗിയാണെന്ന് നോക്കിയേ. ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. നല്ല അടിപൊളി സ്ഥലമാണ്. എന്തായാലും ഒരു വട്ടമൊക്കെ നമ്മൾ അവിടേക്ക് പോകണം കേട്ടോ കാണാനായിട്ട്. അപ്പോൾ ഈ നമ്മൾ സി കുട്ടനാട് തിരഞ്ഞെടുത്തോളൂ. സൂപ്പർ വൈബാണ്. നമുക്ക് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് കേട്ടോ. പിന്നീട് ഐസ്ക്രീമും കാര്യങ്ങളും അതുപോലെ കടി ചായയൊക്കെ നമ്മുടെ
കുടുംബശ്രീ യൂണിറ്റിലെ ചേച്ചിമാർ അവിടെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മളവിടെ പേ ചെയ്തിട്ട് വാങ്ങിക്കുക, അത്രയേ ഉള്ളൂ. ഉച്ചയ്ക്കുള്ള ഊണും അവർ തന്നെയാണ് കേട്ടോ പ്രൊവൈഡ് ചെയ്യണേ. അതിനുശേഷം അതിനകത്ത് അദ്ദേഹത്തിൻ്റെ പാട്ട് കാര്യങ്ങൾ ഞങ്ങൾക്ക് ഡാൻസ് ചെയ്യുമെന്ന് ചോദിച്ചു. പിന്നെ വീനൂസ് ആദ്യം ചാടി ഇറങ്ങി, കൂടെ ഞങ്ങൾ പാലക്കാട്ടുകാരുടെ ടീമാണ് കേട്ടോ. ഡാൻസിനുള്ള മെയിനായിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നത് ഞങ്ങളാണ്, അതിൻ്റെ ഫുൾ ആൻഡ് ഫുൾ. പിന്നെ ഞങ്ങൾ മാത്രമാണ് അവിടെ കളിച്ചത്. എല്ലാവരും അവിടെ ഇരുന്ന് ജസ്റ്റ് ക്ലാപ്പ് ചെയ്യായിരുന്നു. നമ്മളതിന് ഫുൾ വൈബിൽ ഡാൻസ് മോഡ് ഓൺ എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഫുൾ എപ്പോൾ കളിക്കുമോ ചോദിച്ചാൽ നമ്മൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കണ പോലെ കളിക്കുമോ ചോദിച്ചാൽ ഓ റെഡി, നമ്മൾ സെറ്റാണ്, നമുക്ക് കളിക്കാമല്ലോ പറഞ്ഞിട്ട് നമ്മൾ ആദ്യം എടുത്ത് ചാടി കളിച്ചതാണ് ഗൈസ്. പിന്നെയാണ് അവിടുത്തെ ബാക്കിലുള്ള ആൾക്കാരെ കുറച്ച് കളിച്ചത്. പിന്നെ നമ്മളിപ്പോൾ ഒരു കായലിലാണ് ഗൈസ്. അപ്പോൾ കായലല്ല ഗൈസ്, ഇത് മീനൂസിന് അറിയാത്തതുകൊണ്ടാണ്. ഇതൊരു ദ്വീപാണ്, പാതിര മണൽ. അപ്പോൾ അവിടെ നമുക്ക് എൻട്രി ഫീസ് വരുന്നത് 50 റുപ്പീസാണ്. അതവിടെ ആലപ്പുഴ പഞ്ചായത്തിൽ ഉള്ള അവരാണ് അത് ഈടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ബോട്ടുകാർക്ക് അതിനായിട്ട് യാതൊരു സംബന്ധമില്ല. അവരവിടെ കൊണ്ടുപോയി ഇറക്കും. ഒരു ½ ആൻ അവർ നമുക്ക് ടൈം തന്നിട്ടുണ്ട്. ഏറുമാടാണ്, നമുക്കൊരു ഫോട്ടോ പോയിൻ്റാണ് കേട്ടോ അത്, സെൽഫി പോയിൻറ്റും പറ്റും. പക്ഷേ അതിനകത്ത് കയറാൻ കുറച്ച് പേടിയാണ്. ഞാൻ കയറിയിട്ടില്ല. മീനൂസ് കയറാൻ ട്രൈ ചെയ്യണം, വെറുതെ ഏട്ടാ, ഫുൾ സീനാണ്. വേറെ ഒന്നിനുമല്ല, ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രം കയറുന്ന പോലൊരു ആക്ടിങ്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ അതിനനുസരിച്ച് നിന്നു. മേലെ കയറാൻ കുറച്ച് നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ, ഒത്തിരി പേടിയാണ്. അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ, അപ്പോൾ അവിടെ ചെറിയൊരു ഊഞ്ഞാലും കാര്യങ്ങളും ഉണ്ട്. അതിനകത്ത് പോയ ഒരു ചെറിയ പാർക്കുണ്ട്. അതല്ല. അപ്പോൾ അതിനകത്ത് നേരെ ഒരു റോഡ് ഇട്ട് തന്നിട്ടുണ്ട്, അതിലൂടെ മാത്രം പോയാൽ മതി എന്ന് പറഞ്ഞു. സൈഡിൽ ചെറിയ ഇടവഴികളിലൊന്നും കയറരുതെന്ന് ഒരു പ്രത്യേകം ഇൻസ്ട്രക്ഷൻ തന്നിട്ടുണ്ടായിരുന്നു. മൊത്തം ഒരു കാട് പോലെയാണ് കേട്ടോ, നല്ല ഭംഗിയാണ്. ഈശ്വര, പറയാതിരിക്കാൻ പറ്റില്ല. ഷൂട്ടിങ്ങിനും മറ്റും അടിപൊളി സ്പേസാണ്. നേച്ചറിൻ്റെ ഭംഗി എടുത്തു കാട്ടുന്ന ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ. അപ്പോൾ അവിടെ കുറച്ച് നേരം വിശ്രമിക്കാനായിട്ട് ഉള്ള ഒരു സ്പേസാണ് നമ്മൾ കാണുന്നത്. ഇരിക്കാനുള്ള ടൈമൊന്നും നമുക്കില്ലായിരുന്നു. നമ്മളതിലൂടെ നടന്ന് അതിൻ്റെ ഏറ്റവും അറ്റത്തെത്തുക. ഒരുപാട് ദൂരമൊന്നും ഇല്ല കേട്ടോ, കുറച്ച് ദൂരമേ ഉള്ളൂ. ഇത് നമ്മൾ പാർക്കിലെത്തി. ഇവിടെ കുറേ പേര് ഇങ്ങനെ കുട്ടികളും മറ്റും കളിച്ചോണ്ട് നിൽക്കുന്നുണ്ട്. മീനൂസ് ജസ്റ്റ് ഒന്ന് കയറിയെന്ന് മാത്രം, നമുക്ക് അതിനുള്ള ടൈമൊന്നും ഇല്ല ശരിക്കും പറഞ്ഞാൽ. ഒരു ½ ആൻ പറയുമ്പോൾ ഇത് ജസ്റ്റ് കണ്ട് ഒരു 2 ഫോട്ടോ ഒക്കെ എടുത്ത് വരുമ്പോഴേക്കും നമ്മുടെ ടൈം അങ്ങോട്ട് കഴിയും. അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയില്ല, ഒരു വള്ളിയൊക്കെ ആയിട്ട് അതിനകത്ത് ഊഞ്ഞാൽ പോലെയൊക്കെ ജസ്റ്റ് തന്നെ ഫോട്ടോ ഒക്കെ എടുക്കാനും കാര്യങ്ങൾ നല്ല രസമുണ്ട്. അതൊക്കെ നേച്ചറായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. അത് നമ്മൾ ആരും അവർ ഉണ്ടാക്കി വെച്ചതൊന്നുമല്ല, വള്ളി തന്നെയാണ് അത്. ഇതൊരു ചെറിയൊരു ഏറുമാടം. ഇത് മാത്രമാണ് ഞങ്ങൾ കയറിയത്. കാരണം ഇതിൽ കയറാനുള്ള ധൈര്യം ഞങ്ങൾക്കുള്ളൂ. പ്രത്യേകിച്ച് അതിൽ കയറാൻ സാധിക്കാത്തവർ സങ്കടപ്പെടേണ്ട ആവശ്യമില്ല, ഇതിൽ കയറാം ഗൈസ്. ഇതും അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഫോട്ടോസൊക്കെ എടുക്കാനുള്ള ബെസ്റ്റ് പ്ലേസ് ആയിരുന്നു അല്ലേ മാ? യെസ്. അതിനുശേഷം നമ്മൾ ഇവിടെ ചെറിയൊരു ഊഞ്ഞാലുണ്ടായിരുന്നു, എല്ലാവരും ആടുന്നുണ്ടായിരുന്നു. മീനൂസും കയറി. ടൈം ആയിട്ടുണ്ട്. നമ്മളപ്പോൾ വീണ്ടും ബോട്ടിനകത്തേക്ക് പോയി. നമുക്ക് അവിടുന്ന് ഉച്ചയൂണ് പ്രൊവൈഡ് ചെയ്തു. നമ്മൾ ഭക്ഷണം കഴിച്ചു. ഭക്ഷണത്തിൽ മാത്രം ഞങ്ങൾക്ക് ചെറിയൊരു ഡിസപ്പോയിൻമെൻറ്റ് ഉള്ളൂ കേട്ടോ. കാരണം ഇത്രയും പേർക്ക് ഉണ്ടാക്കുന്നത് കൊണ്ടായിരിക്കാം. ഞങ്ങൾ ആലപ്പുഴ മീൻ ഫേമസ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ഭയങ്കരമായിട്ട് പ്രതീക്ഷിച്ചത്രയ്ക്ക് ഞങ്ങൾ ഒത്തില്ല എന്നുള്ളതാണ്. കുഴപ്പമില്ല, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു. ഐസ്ക്രീമും കാര്യങ്ങളും ഉണ്ടായിരുന്നു, നമ്മൾ അതുമൊക്കെ കഴിച്ചു. അതിനുശേഷം നമ്മളവിടെ കുറച്ചുകൂടെ എൻജോയ് ചെയ്തു. കഴിഞ്ഞു. നമുക്ക് 4 മണിയായി. നമ്മൾ തിരിച്ച് ബോട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. കറക്റ്റ് 5 മണിക്കൂറായിരുന്നു നമ്മുടെ ഈ ബോട്ട് യാത്ര. ഷാർപ്പായിട്ട് ഇതാണ് നമ്മളുടെ ബോട്ട് വരുന്നത്, സീ കുട്ടനാട്, കേരള സ്റ്റേറ്റിൻ്റെയാണ്. അപ്പോൾ എല്ലാവരും ഇത് ചൂസ് ചെയ്യാം കേട്ടോ, അടിപൊളിയാണ്. പിന്നെ അതിന് ശേഷം ഞങ്ങൾ വന്നത് ജസ്റ്റ് അവിടെ ബീച്ചുണ്ടല്ലോ, തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ ബീച്ച് വന്നാൽ ജസ്റ്റ് ഒരു കുറച്ച് നേരം, ടൈമില്ല, നമുക്ക് തിരിച്ച് പാലക്കാട് ഹസ്ബൻഡാണ്. കഴിഞ്ഞു. നമ്മുടെ ട്രിപ്പ് അവസാനിച്ചിരിക്കുകയാണ്. എല്ലാവരും ടയേർഡായി. അപ്പോൾ എല്ലാവരും നമ്മൾക്കൊരു ബൈ തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ടയേർഡായി കേട്ടോ. അതുകൊണ്ട് തന്നെ എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തൊരു ട്രിപ്പായിരുന്നു ഞങ്ങളുടേത്. ബൈ.